ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഓഫ് മുൻസി യൂട്യൂബ് ചാനലിലോട്ട് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അരിപ്പൊടി, മൈദപ്പൊടി. അരിപ്പൊടി കുറച്ച് കൂടുതൽ വേണം, മൈദപ്പൊടി വളരെ കുറച്ച് മാത്രം മതി. ഓക്കെ. അരിപ്പൊടി മീൻസ് പത്തിരിപ്പൊടി. അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നാഴി അരിപ്പൊടിയാണ്. അതിലോട്ട് 2 പിടി മൈദപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. മൈദപ്പൊടിയും അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിക്കണം. അത് ഒരു നാഴി അരിപ്പൊടിക്ക് ആവശ്യമായത് 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെള്ളം ഒട്ടും കൂടാൻ പാടില്ല. വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം കറക്റ്റ് അളവിന് മാത്രം വെള്ളം എടുക്കുക. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി അതിലോട്ട് ആഡ് ചെയ്യാം. അത് നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിള വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിള വന്നതിന് ശേഷം ആ അരിപ്പൊടി മറ്റൊരു കയ്യിൽ അല്ലെങ്കിൽ മറ്റൊരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. തീ വളരെ സ്ലോയിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. തീ ഒരിക്കലും മാവിട്ടതിന് ശേഷം തീ ഒരിക്കലും കൂടുതലാവാൻ പാടില്ല. അടിയിൽ പിടിക്കും. അടി പിടിച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വരുന്ന ഫുഡിലോട്ട് ആഡാവും. അപ്പോൾ അത് മറ്റൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് കിട്ടുക. അപ്പോൾ അടി പിടിക്കാതെ തീ വളരെ സ്ലോയിൽ മാത്രം വെച്ചിട്ട് നന്നായിട്ട് ഈ മിശ്രിതത്തെ ആഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് വാട്ടിയെടുക്കാം. നമ്മളെ മലപ്പുറത്തൊക്കെ വാട്ടുക എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെയൊക്കെ ഭാഗത്ത് എന്താണ് പറയണത് എനിക്കറിയില്ല. എന്താ പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. നമ്മളെ മലപ്പുറം ഭാഗത്തൊക്കെ വാട്ടുക എന്നാണ് പറയുക. പത്തിരിക്കൊക്കെ പൊടി വാട്ടില്ലേ, അതേ രീതിയിലാണ് ഇതും വാട്ടിയെടുക്കേണ്ടത്. പത്തിരിയിൽ അരിപ്പൊടി മാത്രമാണ്, ഇതിലോട്ട് വളരെ കുറച്ച് മൈദപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. വാട്ടിയതിന് ശേഷം മറ്റൊരു വലിയൊരു പാത്രത്തിലോട്ട് വാട്ടിയ മാവ് മറ്റൊരു ബൗളിലോട്ട് മാറ്റാണ് കേട്ടോ. ചൂടോട് കൂടിയിട്ട് തന്നെ മാറ്റണം. മുഴുവനായിട്ട് മാറ്റിയിട്ട് ഇതിനെ നന്നായിട്ട് ചാമ്പി എടുക്കേണ്ടതുണ്ട്. ചാമ്പ മീൻസ് കുഴച്ച് പരുവത്തിലാക്കി എടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം. ചാമ്പി എടുക്കുക എന്ന് പറയുന്നത് മലപ്പുറത്താണ്. നിങ്ങളുടെ അവിടെ എന്താ പറയാന്നുള്ളത് അറിയില്ല. നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് ചാമ്പി എടുക്കുക. ഓക്കെ. അത് ചൂടോട് കൂടിയിട്ട് തന്നെ വേണം. ചൂട് മാറിയതിന് ശേഷമാകുമ്പോൾ ആ കുഴച്ചെടുക്കണത് നല്ല സ്മൂത്തായി കിട്ടണമെന്നില്ല. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തുകൊണ്ട് അത് നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് ചാമ്പിയിട്ട് എടുക്കുക. നന്നായിട്ട് നല്ലോണം ചാമ്പി എടുക്കണം കേട്ടോ. നമ്മൾ പത്തിരിയിൽക്കൊക്കെ മാവ് വാട്ടിയതിന് ശേഷം അല്ലെങ്കിൽ മാവ് വേവിച്ചതിന് ശേഷം നമ്മളിതുപോലെ കുഴച്ച് ചാമ്പി എടുക്കാറില്ലേ, ആ രീതിയിലാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. ചാമ്പ മീൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാമ്പി എടുക്കുക എന്നുള്ള ആ ഒരു ഇത് വരുന്നുണ്ട്. പൊതുവേ ശീലമായതുകൊണ്ടാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് അതിന് പറയുക എന്നുള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ലോണം സ്മൂത്തായി വരുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ചില ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം ചെറുതായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് ചുടുവെള്ളം എന്നല്ല കേട്ടോ, ചൂടുള്ള വെള്ളം ഒന്നുമല്ല, സാധാ നോർമൽ വാട്ടർ തന്നെയാണ് കുഴച്ചെടുക്കുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. നോർമൽ വെള്ളത്തിൽ നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ലോണം സ്മൂത്ത് ആവുന്നവരെ തുടർന്നു കൊണ്ടേയിരിക്കണം കേട്ടോ. കുഴച്ചിട്ട്
അത് തുടർന്ന് കൊണ്ടേയിരിക്കുക. തുടർന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓരോ വിരൽ വെച്ചുകൊണ്ട് അതിൽ കുഴച്ചെടുത്ത മാവിലോട്ട് ഓരോ വിരൽ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് സ്മൂത്ത് ആയിക്കണോ എന്നുള്ളത്. കുഴി പോലെ നല്ല സ്മൂത്തിൽ വരും. അപ്പോൾ അതുവരെ സ്മൂത്ത് ആവണ വരെ നന്നായിട്ട് മാവ് കുഴച്ചെടുക്കാം. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇറച്ചിപ്പിടി റെഡി ആകത്തുള്ളൂ. നല്ല സ്മൂത്തായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ലോണം വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം വെള്ളം ചേർത്ത് കൊണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം മാവ് റെഡി ആയിട്ടുണ്ട്. ഓരോ വിരൽ വെച്ചിട്ട് അമർത്തി നോക്കുമ്പോഴും അല്ലെങ്കിൽ ബ്രഷ് ചെയ്ത് നോക്കുമ്പോഴും കുഴി പോലെ വന്ന് നല്ലോണം സ്മൂത്തായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഓരോ ബൗള് കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് നമുക്കിതിനെ പിടിച്ചെടുക്കാം. ഇതാണ് പിടി കേട്ടോ. ഇറച്ചിപ്പിടി എന്ന് പറയുന്നത് ഇതിലേക്ക് ഇറച്ചി ആഡ് ചെയ്താലാണ് ഇറച്ചിപ്പിടി എന്ന് പറയുക. ഇങ്ങനെ പിടിക്കുന്നതിനാണ് പിടി എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിനെ പിടിച്ചെടുക്കാം. കയ്യിൽ ഓയിൽ ചേർക്കണം കേട്ടോ. കയ്യിൽ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ പിടിച്ചെടുക്കാവൂ. അല്ലെങ്കിൽ കൈവിരലിൽ അല്ലെങ്കിൽ കയ്യിലൊക്കെ മാവ് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഓയിൽ മിക്സ് ചെയ്ത് കൊണ്ട് നന്നായിട്ട് ഓരോ ചെറിയ ബൗള് പോലെ കഷ്ണങ്ങളാക്കിയെടുത്ത് അതിനെ പിടിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം റെഡിയായി കഴിയാറായി തുടങ്ങി. നല്ലോണം പിടിച്ചെടുക്കേണ്ട രീതി ഈ രീതിയിലാണ് കേട്ടോ. ഈ രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് ഞെരടി എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒക്കെ എല്ലാം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഏകദേശം ഇതേ വലുപ്പത്തിലാണ് കേട്ടോ വേണ്ടത്. നമുക്ക് ആവശ്യമായത് ഇതേ രീതിയിലാണ് കേട്ടോ. ഇനി മറ്റൊരു ഫ്രൈ പാന് അല്ലെങ്കിൽ മറ്റൊരു ബൗളോ എടുത്തുകൊണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ എടുത്തിരുന്നത് ഒരു നാഴി അരിപ്പൊടിയല്ലേ, അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് 2 നാഴി വെള്ളമാണ്. ഒരു നാഴിക്ക് 2 നാഴി വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ എടുക്കുന്നത്. അത് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ പിടിച്ച് വെച്ചിരിക്കുന്ന പിടി മിക്സ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് വെന്ത് നന്നായിട്ട് വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളത്തിൽ. ഉപ്പ് പാകത്തിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി അതിലോട്ട് അത് റെഡി ആവുന്നത് വരെ പിടി ഒന്ന് നന്നായി തിളച്ച് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ ഇതിലോട്ട് ആവശ്യമാണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പെരിഞ്ജീരകം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പെരിഞ്ജീരകം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. നല്ലോണം മിക്സ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. നല്ലോണം സ്മൂത്തിൽ വേണം അരച്ചെടുക്കാൻ. നമ്മൾ കറികൾക്കൊക്കെ യൂസ് ചെയ്യില്ലേ, ആ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. വേപ്പില ചേർത്തു, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, കുറച്ച് തേങ്ങ മതി കേട്ടോ, ഒരുപാട് തേങ്ങ ആവരുത്. ഇത് ഒരു അരമുറി തേങ്ങ മാത്രമാണ് ഞാനിതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അളവിനനുസരിച്ച് തേങ്ങ കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ എന്ത് ചെയ്യണം, ഒരു കയ്യിലോ അല്ലെങ്കിൽ സ്പൂണോ യൂസ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ബീഫ് കറിയാണ് കേട്ടോ.
ബീഫ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബീഫ് കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതും കൂടിക്ക് ഇടാം കേട്ടോ. ബീഫ് കറിയുടെ റെസിപ്പിയും കൂടിക്ക് ഇടാവുന്നതാണ്. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് പിടിച്ച് വന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തീ വളരെ സ്ലോയിലേ വെക്കാൻ പാടുള്ളൂ. ഒരിക്കലും തീ കൂടുതലാക്കിയിട്ട് വെക്കരുത്, അടിയിൽ പിടിക്കും. എപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിലോട്ട് ബീഫ് കറി ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറു തീയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ അരപ്പ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പെരിഞ്ചീരകം, തേങ്ങ ഒക്കെ കൂടിക്ക് മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്ത തേങ്ങ അരപ്പാണ് കേട്ടോ ഞാനിതിലോട്ട് ചേർക്കുന്നത്. നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. കുറഞ്ഞ വെള്ളത്തിൽ മാത്രം അരച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് അതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓൾറെഡി നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടിക്ക് ആഡ് ചെയ്യാം. ഉപ്പിടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. പല ഭാഗങ്ങളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇപ്പം കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പം കുറച്ചും കൂടിക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ ഏകദേശം നമ്മളത് ഇറച്ചിപ്പിടി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ഓൾറെഡി ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് കറിവേപ്പില ആഡ് ചെയ്യുക. കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും കൂടി വരാനാണ് അവസാനത്തിൽ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യണത്. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അത് മറ്റൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഏകദേശം റെഡി ആയിട്ടോ, ഇറച്ചിപ്പിടി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. എല്ലാവരും എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പിടിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ്ങിലും ഒക്കെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വിഭവമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, അറിയിക്കുക. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഓക്കെ, ബായ്.